ഇന്ന് അതായത് 3-ാം തീയതി ജൂലൈയിലെ വൃത്തത്തിലെ ശൂന്യതയിൽ പ്രതിപാദിക്കുന്നത് സ്നേഹത്തിനെ പറ്റിയാണ്. അവിടെ ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയെ കുറിച്ച്. നമ്മുടെ ആ ഉപരിതലത്തിലുള്ള മറ്റുള്ളവരോടുള്ള വ്യവഹാരത്തിൽ നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതിൽ ഉത്സാഹം കാണിക്കില്ല. ഇനിയും പ്രകടിപ്പിക്കുന്നു എങ്കിൽ അത് കടമ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ചില കമ്മിറ്റ്മെന്റും കൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം അതിലൊരു ആത്മാർത്ഥത, ഒരു ജെന്യുൻനെസ് ഉള്ള വികാരം ആകണമെന്നില്ല. അപ്പോ പൊതുവെ വികാരങ്ങൾ ആ രീതിയിലായിരിക്കും. അപ്പൊ ഇതേ മനോഭാവമായിരിക്കും ആ സ്നേഹ പ്രകടനത്തിലും. അത് എങ്ങനെന്ന് പറഞ്ഞാല് ആത്മാർത്ഥത ഇല്ലായ്മ ഈ രീതിയിലായിരിക്കും. മീൻസ് ജെനുവൻനെസ് ഇല്ലെന്ന് പറയുമ്പം അതിനകത്ത് ഒരു ബ്രോഡർ വിഷനിൽ നിന്നുണ്ടാവുന്നതല്ല. ഒരു സെൽഫ്ലെസ്നെസ് ഇല്ലതില്. ഇപ്പൊ ഒരു വ്യക്തി സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ അത് അതിനൊരു സുഖം കിട്ടുന്നതാണെങ്കിൽ, അങ്ങനാണെങ്കിൽ മറ്റൊരാളെ സ്നേഹിക്കും. അവിടുന്ന് ആദ്യം അതിനൊരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു സന്തോഷം ഉണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്റെ സന്തോഷത്തിനു വേണ്ടി ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ. എന്നാൽ എനിക്ക് അത്രയും സന്തോഷം തരാത്ത ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ, ഒരാളോട് ഈർഷ്യ ഉണ്ടെങ്കിൽ, എന്നാൽ അവിടെ സ്നേഹം കൊടുക്കുകയില്ല. അപ്പോ അങ്ങനെ വരുമ്പം എന്റെ സന്തോഷത്തിനായിട്ടാണ് ഞാന് സ്നേഹിക്കുന്നത്. അപ്പൊ ആ സ്നേഹം ഒരു സ്വാർത്ഥ സ്നേഹമാണ്, ബേസ്ഡ് ഓൺ സ്വാർത്ഥത. അതായത് സ്നേഹം എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ യൂണിവേഴ്സൽ ട്രൂത്ത് എന്നുള്ളതാണ്, യൂണിവേഴ്സൽ ഫീലിംഗ് ഓൾസോ. അപ്പൊ ആ പ്രാപഞ്ചിക വികാരത്തിനകത്ത് ഒരിക്കലും ഞാൻ നീ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ വരത്തില്ല. അപ്പൊ പ്രാപഞ്ചിക സത്യത്തിന്റെ ആ വികാരത്തിനെ ദുരുപയോഗം ചെയ്യുന്ന തുല്യമാണ്. അത് എന്തുകൊണ്ടത് സംഭവിക്കുന്നു? അതായത് ആരെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് സ്നേഹിക്കുന്നു. അത് ആരുടെ ആഗ്രഹം പ്രകാരം? ഈ സ്നേഹം കൊടുക്കുന്നവന്റെ ആഗ്രഹപ്രകാരം. അപ്പൊ ഈ സ്നേഹം കൊടുക്കുന്നവന് ഇതെന്തും കൊണ്ട് ഇങ്ങനെ വന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ അവന് ആ വേർതിരിവ് വന്നത് എവിടുന്നു എന്നാണ്? ഇങ്ങനെ ഒരാൾക്ക് കൊടുക്കും, ഒരാൾക്ക് കൊടുക്കൂല. അത് അവന്റെ ഫീലിങ്സിനെ ബേസ് ചെയ്താണ്. വികാരങ്ങൾ അവന്റെ മൈൻഡിനെ ബേസ് ചെയ്ത് ആണ് അത് ചെയ്തത്. ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്. ഒരാളെ ലൈക്ക് ചെയ്യുന്നു, ഒരാളെ ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്, ഇഷ്ടാനിഷ്ടങ്ങളെ ബേസ് ചെയ്താണ് തിരിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തില് അവന് സന്തോഷം നൽകുന്ന ആ ലൈക്കായിട്ടുള്ള ആ വ്യക്തിയോട് സ്നേഹം കാണിക്കുന്നു, അല്ലാത്തതും കാണിക്കുന്നില്ല. അപ്പോ ഇവിടെ ആ ഒറിജിൻ, ആ പ്രകടനത്തിൽ ഉണ്ടാവുന്ന, സ്നേഹപ്രകടനത്തിൽ ഉണ്ടാവുന്ന ഡ്യുവാലിറ്റി. അത് അപ്പം സ്നേഹം സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ആളുടെ കാര്യം ഒന്നും പറയണ്ട. ഇങ്ങനത്തെ ഒരു ലെവൽ ഓഫ് സ്നേഹമാണെങ്കിൽ ആ മറ്റേ പാർട്ടിയെ ഒട്ടും കരുതുന്നില്ലെന്നുള്ളതാണ്. ആ മറ്റേ പാർട്ടി ആണെങ്കിലോ അത് അവരൊക്കെ അത് എങ്ങനെ വിചാരിക്കാം? സ്നേഹിക്കണം, എല്ലാരും സ്നേഹിക്കണം എന്നുള്ളൊരു രീതിയിലായിരിക്കും. സ്നേഹം നൽകാനും അത്രയും തയ്യാറാവില്ല. അങ്ങനത്തെ കുറെ ഒരു തരം അത് ലെവൽ ഓഫ് തിങ്കിങ് ഉണ്ട്. അപ്പോ ഈ മറ്റേ ഈ എതിർ വശത്ത് നിൽക്കുന്ന പാർട്ടി അങ്ങനെയൊക്കെ ആവുമ്പോ എല്ലാരും സ്നേഹം നൽകാൻ തയ്യാറല്ല.
അങ്ങനത്തെ ഒരാള് സ്നേഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ അവന് സന്തോഷവും ആഗ്രഹിക്കും. അപ്പോ ആ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കും. അത് നോർമലാണ്. പക്ഷെ ഈ കൊടുക്കുന്നവൻ, മുകളിൽ പറഞ്ഞ കാര്യം, ഈ കൊടുക്കുന്ന ആള്, സ്നേഹം കൊടുക്കുന്ന ആള് അതില് സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോ സ്വാർത്ഥതയാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ സ്വാർത്ഥത പോഷിപ്പിക്കുന്ന ഒരു വികാരവും സ്നേഹമായാലും അത് നമ്മെ സത്തയിൽ നിന്നും അകറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ എൻകറേജ് ചെയ്യാൻ പാടില്ല. പക്ഷെ അതിനെക്കാട്ടിൽ വേറെ ഒരു അതിന്റെ കാരണം മുഖ്യമായിട്ട് ഇതാണ്, സത്തയിൽ നിന്ന് അകറ്റുന്നത്. പിന്നെ സ്നേഹം സ്വാർത്ഥ ആകുന്നു. പിന്നെ സ്നേഹം പിന്നെ ഈ സ്വാർത്ഥ സ്നേഹം സത്തയിൽ നിന്ന് അകറ്റുന്നു എന്ന് പറയുന്നു. എന്നറിഞ്ഞാൽ അതില് എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ രീതിയിൽ ചിന്തിക്കുന്ന ആള്, സന്തോഷിക്കാനായിട്ട് സ്നേഹിക്കുന്ന ആള്, അയാളുടെ കാഴ്ചപ്പാട് എങ്ങനായിരിക്കും? എന്റെ സന്തോഷം എന്നിലില്ല എന്ന് അങ്ങനായിരിക്കാം. പിന്നെ വേറൊരു രീതിയിലും ചിന്തിക്കാം. ഞാൻ സ്നേഹം കൊടുക്കുന്നവനിൽ അല്ലെങ്കിൽ അവിടാണ് സ്നേഹം. അല്ലെങ്കിൽ ആരിൽ നിന്നാണോ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന അയാളിലാണ് എൻ്റെ സന്തോഷം. അപ്പൊ ഈ സന്തോഷം എല്ലാം കണ്ടീഷണലായിട്ട് അതിനകത്തായിരിക്കുന്ന ആ സന്തോഷം അവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ രീതിയിലായിരിക്കും ഇദ്ദേഹത്തിന്റെ ഈ തെറ്റിദ്ധാരണ. 3 തലത്തില് എന്റെ സന്തോഷം എന്നിലല്ല, സന്തോഷം. പിന്നെ അടുത്തത്, ഞാൻ സ്നേഹം കൊടുക്കുന്നവനിലാണ് എൻ്റെ സന്തോഷം. അല്ലെങ്കിൽ ആരിൽ നിന്നാണോ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന അയാളിലാണ് എൻ്റെ സന്തോഷം. ഇങ്ങനെ 3 തരത്തിൽ ഒരു തെറ്റിദ്ധാരണ വന്നാൽ ഇത് പിന്നെ അവനെ ബന്ധിപ്പിക്കുന്ന ചില തെറ്റിദ്ധാരണകളാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ആ മനസ്സ് ടോട്ടലി എന്താ സംഭവിക്കുക? ശാന്തമല്ല, ചലനാത്മകമാണ്. ധ്യാനാത്മകമല്ലാത്തതും കൊണ്ട് നിരീക്ഷണം അവിടെ നടക്കൂല. നിരീക്ഷണം നടക്കാത്തപ്പം പിന്നെയും അങ്ങ് ആ ഒരു സ്ഥലത്തിലോട്ടാണ് പോകുന്നത്. അപ്പോ എന്താ വേണ്ടെന്ന് പറയുന്നത് ഇതിനകത്ത് പറയുന്നുണ്ട്. സന്തോഷം കുറിച്ച് പറയുന്നത്, സന്തോഷവും സ്നേഹവും വരുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നിനക്കുണ്ടാകുന്ന സന്തോഷം പിന്നെ സ്നേഹം കൊടുത്ത് കിട്ടുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ സന്തോഷത്തിനെ ബേസ് ചെയ്ത് നീ സ്നേഹിക്കുവാണെങ്കിൽ, ദാറ്റ് ഈസ് എ കണ്ടീഷണൽ ലവ്. ഇറ്റ്സ് എ സെൽഫിഷ് ലവ്. അവിടാണ് ശ്രദ്ധിക്കേണ്ടത്. നിനക്ക് സന്തോഷം കിട്ടുന്നത് കൊണ്ടാണ് നീ സ്നേഹിക്കുന്നത്. എന്നാൽ ഒരു സന്തോഷവും ഒരു സ്നേഹവും സത്തയിൽ ഉണ്ടെന്ന് ആ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. ഈ ഒരു കണ്ടീഷണൽ ലവ് കൊടുത്തിട്ട് അവന് സന്തോഷിക്കുന്നു എന്ന് പറയുമ്പം ആ ലവിന്റെ ലിമിറ്റേഷൻ ആണ് അവിടെ. എന്നാൽ സെൽഫ്ലെസ് ലവ് ഉണ്ട്, അതിന്റെ ഉറവിടമാണ് സത്ത. അപ്പൊ അവൻ ആ തലത്തിൽ സ്നേഹിക്കണമെങ്കിൽ അവന് പിന്നെ അവിദ്യയെ കൂട്ടുപിടിച്ച് ലൈക്ക് ഡിസ്ലൈക്ക് ബേസ് ചെയ്ത് അവന്റെ സന്തോഷത്തിന് വേണ്ടിയല്ല അവൻ സ്നേഹിക്കേണ്ടേ. അപ്പൊ അതുകൊണ്ട് സന്തോഷവും സ്നേഹവും വരുമ്പോൾ പിന്നെ സ്വന്തം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വന്തം വിവേക ബുദ്ധിയാൽ. അപ്പൊ നമ്മൾ ഒരുപടി മുന്നോട്ട് ആക്റ്റീവ് ആവണം, വളരെ ജാഗ്രത ആയിരിക്കണം. സ്വന്തം വിവേക ബുദ്ധിയാൽ അവയുടെ ബന്ധം എന്ത് എന്ന്, അവയും അതായത് സ്നേഹവും സന്തോഷവും ഞാനും അതായത് സത്തയുമായുള്ള ബന്ധം എന്ത് എന്ന് നിരീക്ഷകൻ
നിരീക്ഷിക്കാൻ ഇരിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ അതപ്പോൾ നമ്മുടെ അവിടെ ഒരു എഫേർട്ടായിരിക്കാം, ഒരു എഫേർട്ട് വേണം. കാരണം നമ്മൾ മിഥ്യാധാരണയിൽ നിൽക്കുവാണെങ്കിൽ ഒരു എഫേർട്ട് അവിടെ വേണം. ആ വിവേകബുദ്ധി ഉപയോഗിക്കണം. അതാണ് ഇന്നത്തെ ഈ വിനോദത്തിലെ ശൂന്യതയിൽ ഗുരുജി ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു തെറ്റിദ്ധാരണ, സ്നേഹത്തിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ. ഹരിയോ. ഹരി ഓം. മനസ്സിന് സ്വാർത്ഥമായിട്ട് ചിന്തിക്കാനേ അറിയാവുള്ളൂ. കാരണം മനസ്സ്, അതായത് അവൻ നിലനിൽക്കുന്ന സ്പേസ് ഉണ്ടല്ലോ, മനസ്സിന് നിലനിൽക്കുന്ന സ്പേസിൽ അതെപ്പോഴും അങ്ങനെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് സ്വാർത്ഥത കൂടിയേ തീരൂ. ആ ഒരു സ്പേസ് ഒരിക്കലും മനസ്സ് വിട്ടുകളയില്ല. അതല്ലെങ്കിൽ അതിൽ നിന്ന് മാറാൻ ഒരിക്കലും മനസ്സ് ആഗ്രഹിക്കില്ല. അപ്പം അത് വിടാതിരിക്കാൻ അവൻ സ്വാർത്ഥമായിട്ട് ചിന്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവൻ എന്തു ചെയ്യും? ആ മനസ്സെന്ത് ചെയ്യും? മനസ്സ് വാസനകളെ പോഷിപ്പിക്കാൻ ശ്രമിക്കും. അതിനായിട്ടുള്ള വിഷയങ്ങളെ തേടും. അത് പുറത്തുള്ളവയായിരിക്കും തേടാൻ ശ്രമിക്കുന്നത്. പുറത്തു നിന്ന് ആ സ്നേഹം കിട്ടും, അല്ലെങ്കിൽ ആ മനസ്സിനെ പോഷിപ്പിക്കുന്ന വാസനകൾ നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ പുറത്തേക്കായിരിക്കും മനസ്സ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു മനസ്സിനുടമയായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഒരു സാധകൻ തന്നെ ആയിക്കോട്ടെ, അങ്ങനത്തെ മനസ്സാണ് ആ സാധകനുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ അവൻ്റെ ഓരോ പ്രവൃത്തിയിലും അല്ലെങ്കിൽ അവൻ്റെ ഓരോ ചിന്തയിലും ഒരു സ്വാർത്ഥ താല്പര്യം അവിടെ ഉണ്ടായിരിക്കും. അറിയാതെ തന്നെ അവിടെ ഉണ്ടാവും. അതായത് അവൻ ഒരാളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഒരാളെ കൂട്ടുകാരനാക്കുന്നു എന്നുണ്ടെങ്കിൽ, ഒരു സുഹൃത്താക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും അത് അവന് എന്തോ ഒരു പ്രയോജനം കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെ അവന് ചിന്തിക്കാൻ പറ്റൂ. കാരണം മനസ്സിന് ആ സ്വാർത്ഥത കൂടിയാലേ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് ഇടയ്ക്ക് എൻ്റെ ഒരു റിലേറ്റീവായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും സംസാരിക്കുന്നത്. അപ്പം ഇടയ്ക്കൊരു പോയിൻ്റ് പറഞ്ഞത്, ഇപ്പം ബാലു എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ അത് ബാലുവിന് എന്നിൽ നിന്ന് എന്തോ കിട്ടാനുണ്ട്, എന്തോ എന്നെ കൊണ്ട് ഉപയോഗമുണ്ട്, അതുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൗതികതയിൽ നിൽക്കുന്നവരെല്ലാവരും ആ ഒരു കാഴ്ചപ്പാടിലാണ് നിലനിൽക്കുന്നത്. അവർക്ക് അതിനപ്പുറം ചിന്തിക്കാൻ പറ്റുകയേയില്ല. കാരണം അത്രത്തോളം ആ മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ആധ്യാത്മിക ഗുരുക്കന്മാരെല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഈ സ്നേഹത്തിന് അതിർവരമ്പുകളില്ല എന്നുള്ളതാണ്. മനസ്സിനെ ബേസ് ചെയ്തല്ല ഒരാളെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകൂടുകയോ സുഹൃത്താക്കുകയോ അല്ലെങ്കിൽ മിണ്ടുകയോ ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തല്ല. ഒരു സ്വാർത്ഥ താല്പര്യം വെച്ചിട്ടല്ല ചെയ്യുന്നത്. ആധ്യാത്മിക പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ മനസ്സിനും അപ്പുറം ഒരു സ്നേഹമുണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ ഒട്ടലില്ലാതെ നിൽക്കുന്ന ഒരു സ്നേഹമുണ്ട് അവിടെ. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഗുരുക്കന്മാരെല്ലാം പറഞ്ഞത്. അങ്ങനെയുള്ളവരുടെ പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ എഴുത്തുകളോ വായിച്ചാൽ നിങ്ങൾക്ക് ആ തെറ്റിദ്ധാരണ മാറിക്കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവർക്കത് ഒരിക്കലും അത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത്. അപ്പം ഈ സ്വാർത്ഥത കൂടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മളിൽ സ്വാഭാവികമായിട്ടും ഈ ആത്മാർത്ഥത കുറയും. അപ്പം ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും നമ്മളെല്ലാം ചിന്തിക്കുന്നത്. നമുക്ക് ഒരു പ്രയോജനമില്ലാത്ത കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യില്ല, അതിലേർപ്പെടുകയില്ല. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും എല്ലാം വ്യക്തി താല്പര്യങ്ങളെ മുൻനിർത്തിയായിരിക്കും. അതായത് ഒരു കണ്ടീഷണൽ രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുക. കണ്ടീഷണൽ ലവ് എന്ന് പറയും പോലെ
എന്തിനൊരു കണ്ടീഷൻ വെച്ചായിരിക്കും നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുന്നത് പോലും അങ്ങനെയേ ആവുകയുള്ളൂ. അപ്പം നമുക്ക് സന്തോഷം തരുന്ന പ്രവൃത്തിയിൽ മാത്രമായിരിക്കും നമ്മൾ ഇടപെടുക. അതായത് മനസ്സിനെ നിലനിർത്തിക്കൊണ്ട് മനസ്സിന് ഒരു കോട്ടവും വരാതെ അതിൻ്റെ സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വാഭാവികതയിൽ നിന്ന് നമ്മളെ മാറ്റുകയാണ്. നമ്മുടെ യഥാർത്ഥ ഉന്മയുടെ ആ സ്വഭാവവിശേഷണം ഉണ്ടല്ലോ, അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്, അതിൽ നിന്ന് നമ്മളെ ദൂരേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണ്ടീഷണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. നമ്മൾ പോലും അറിയാതെ ആ ഒരു ഉന്മയിൽ നിന്നും വ്യത്യാസം ഒരു മാറി 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 ആ അകലം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വാഭാവികതയിൽ നിന്ന് അകലുവാൻ കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൻ്റെ സ്വാർത്ഥതയാണ്, സ്വാർത്ഥതയിൽ അകപ്പെട്ടതുകൊണ്ടാണ്. പുറത്ത് നിന്ന് നമുക്ക് എന്തൊക്കെയോ കിട്ടും എന്നുള്ള മിഥ്യാധാരണയാണ് പുറത്തേക്ക് സഞ്ചരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മളിലേക്ക് തിരിയുമ്പോൾ മാത്രമാണ് എന്ത് കിട്ടുന്നത്? സർവ്വതിലും നിലനിൽക്കുന്ന ആ സത്യം നമ്മളിൽ തന്നെയാണ് എന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? ഒരു ആത്മാർത്ഥത ഉണ്ടാവുന്നു. എന്ത് പ്രവൃത്തി ചെയ്താലും ഒരു ആത്മാർത്ഥത ഉണ്ടാവും. അപ്പോൾ സ്നേഹവും സന്തോഷവും അനുകമ്പയും ഇതെല്ലാം നമ്മളിൽ പ്രകടമാവും. അതായത് നമ്മൾ ആ അൺകണ്ടീഷണലായിട്ടൊരു ലവ് അവിടെ വരികയാണ്. അപ്പം എന്താണ്? നമ്മുടെ ഉന്മയുടെ ആ സ്വഭാവമാണ്, ആ ഒരു ഗുണമായിരിക്കും നമ്മളിൽ പ്രകടമാവുക. ഇപ്പം പണ്ട് കഴിഞ്ഞ ഒരു സത്സംഗത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു സന്യാസിയുടെ കഥ. സന്യാസി തപസ് ചെയ്തപ്പോഴത്തേക്ക് വരം കിട്ടി, അല്ലെങ്കിൽ ഈശ്വരൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വരം എന്താണ് വരം വേണ്ടത്? അപ്പം പറഞ്ഞു, എനിക്ക് വരമൊന്നും വേണ്ട, എന്നാലും നീ ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്താണ്? എൻ്റെ നിഴൽ പതിയുന്നിടത്തെല്ലാം സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്നാണ് ചോദിച്ചത്. അതാണ് ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അദ്ദേഹം അറിയുന്നില്ല, അദ്ദേഹം നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. എവിടെയെല്ലാം നിഴൽ പതിയുന്നോ അവിടെയെല്ലാം ആ സന്തോഷവും സമാധാനവും ഇതെല്ലാം ഐശ്വര്യവും എല്ലാം കിട്ടുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഉയരണമെന്നാണ് പറയുന്നത്. അതിന് ആ മനസ്സിൻ്റെ പിടിയിൽ പെട്ട് കഴിഞ്ഞാൽ നടക്കില്ല. നിസ്വാർത്ഥമായിട്ട് നമ്മുടെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രകൃതിയോടൊപ്പം സഞ്ചരിച്ച് സ്വയം നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് ഇരുന്നാൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഇപ്പം നാരായണ ഗുരുദേവൻ പറയുന്ന അനുകമ്പ ദശകത്തിൽ പറയുന്ന പോലെ, ഒരു പീഡ ഉറുമ്പിനും വരുത്തരുത് എന്നുള്ള രീതിയിൽ പറയുന്നില്ലേ, ആ ഒരു രചന പറയുന്നില്ലേ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ, ആ തലങ്ങളിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചാൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം. അതുകൊണ്ട് സമൂഹത്തിൽ തന്നെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ആ ഒരു നിരീക്ഷണത്തിലൂടി ആ ഒരു സത്തയിലേക്ക്, ആ ഒരു സത്തയുടെ ആ ഭാവത്തിലേക്ക് നമുക്ക് അനുഭവിച്ച് അതായിട്ട് മാറുവാൻ നമ്മൾ ഓരോ സാധകർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ ചിന്തകളോടൊപ്പം നമ്മൾ പ്രകടിപ്പിക്കുന്ന വികാരങ്ങളെയും നിരീക്ഷിക്കുവാൻ ഗുരുജി നിർദ്ദേശിക്കുന്നു. വികാരങ്ങൾ നേരത്തെ ബാലുജി പറഞ്ഞതുപോലെ മനസ്സിന്റെ തലത്തിൽ നിന്നും ഉള്ള വികാരങ്ങൾ അത് മിക്കവാറും സ്വാർത്ഥതയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഒരു സാധകൻ ചെയ്യുന്നത് അവന്റെ ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ നിരീക്ഷിച്ച് ആ മനസ്സിനെ നിശ്ചലമാക്കി ആ ധ്യാനാത്മക മനസ്സിലേക്കുള്ള സഞ്ചാരമാണ്. അപ്പൊ അതിനും ഇടയിൽ ഒരു സാധകന്റെ മനസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു വികാരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് വിശദമായി നിരീക്ഷിക്കുവാനാണ് ഗുരുജി പറയുന്നത്. അതായത് സത്യത്തിനെ അന്വേഷിക്കുന്ന സാധകൻ എല്ലാത്തിനോടും സത്യസന്ധത ഉള്ളവനായിരിക്കണം എന്ന സന്ദേശമാണ് ഗുരുജി നൽകുന്നത്. അതുപോലെ ചിന്തകളോടെന്ന പോലെ നമ്മള് ചിന്തകളെ നിരീക്ഷിക്കാനാണ് നേരത്തെ നമ്മൾ ഒക്കെ ഡിസ്കസ് ചെയ്തതൊക്കെ, ചിന്തകളെ നിരീക്ഷിച്ച് നിശ്ചലമാക്കാൻ. അതോടൊപ്പം ഈ വികാരങ്ങളെ, ചിന്തകളോടെന്ന പോലെ വികാരങ്ങളോടും നമ്മൾ ഒട്ടലില്ലാതെ നിൽക്കാൻ പഠിക്കണം. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ സ്നേഹം എന്ന വികാരത്തെയാണ് ഗുരുജി ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. നിത്യജീവിതത്തിൽ നമ്മൾ പലരുമായി ഇടപഴകുന്ന, ചിലരോട് ബഹുമാനത്തോടെ പെരുമാറുന്നു,
ചിലരോട് സ്നേഹത്തോടെ പെരുമാറുന്നു. ഉദാഹരണത്തിന് ഒരു സ്ഥാപനത്തിന്റെ മേധാവിയോട് അവിടെയുള്ള ജീവനക്കാർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല, വെറുപ്പായിരിക്കും ചിലപ്പോൾ അദ്ദേഹം കർക്കശക്കാരനായതുകൊണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ വളരെ നല്ല ബഹുമാനം പ്രകടിപ്പിക്കും. അത് സത്യസന്ധതയോടെ അല്ല എന്ന് രണ്ടു കൂട്ടർക്കും അറിയാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൊതുവെ ജീവിതത്തിൽ നടക്കുന്നതാണ്. അപ്പൊ ഉള്ളിലെ സ്വഭാവം മൂടി വെച്ച് പുറമെ വ്യത്യസ്തമായി പെരുമാറുന്നത് സർവ്വതിനും സാക്ഷിയായ സത്ത അറിയുന്നു എന്നുള്ളത് സാധകൻ തിരിച്ചറിയുന്നില്ല. ഭൗതിക ലോകത്ത് ഇത് നടക്കുന്നുണ്ട്. പക്ഷെ സാധന ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ കുറെയൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതാണ്. അപ്പൊ സാധകൻ എന്ന നിലയിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മൂടി വെച്ചാലും അതാ എല്ലാത്തിനും സാക്ഷിയായ സത്ത അറിയുന്നു എന്നുള്ളത് അവൻ തിരിച്ചറിയുന്നില്ല. അതാണ് ആ ഒരു കാര്യമാണ് ഇതില് ഗുരുജി പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. അപ്പൊ ഈ ഞാൻ എന്റേത് എന്ന ചിന്ത അഹത്തിൽ നിന്നും ഉടലെടുക്കുന്നു. ഇവിടെ ഞാൻ എന്ന് പറയുന്നത് ആ ലോവർ സെൽഫ്. അപ്പോ അഹത്തിൽ നിൽക്കുമ്പോൾ എന്നെ എല്ലാവരും അംഗീകരിക്കണം, എന്നെ എല്ലാവരും സ്നേഹിക്കണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്നൊക്കെ ഉള്ള തോന്നലുണ്ടാവും. അപ്പോൾ തിരിച്ച് സ്നേഹം കിട്ടുവാനായി മറ്റുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു. കണ്ടീഷണലാവും. പ്രതീക്ഷിച്ച രീതിയിൽ അവരിൽ നിന്ന് സ്നേഹം കിട്ടാതെ വരുമ്പോൾ അവരോട് വെറുപ്പ് തോന്നുന്നു. അപ്പൊ ഈ മനസ്സിന്റെ തലത്തിൽ ഈ ദ്വന്ദ്വങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്വാർത്ഥത സാധകൻ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സാധകന്റെ ഈ മാറ്റങ്ങളെല്ലാം അവൻ അറിയാതെ സത്ത നിരീക്ഷിക്കുന്നുണ്ട്. സാധകനായാലും നമ്മൾ ആ മനസ്സിന്റെ പിടിയിൽപ്പെട്ടു പോയാൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അറിയാതെ പെട്ടുപോകും. അപ്പൊ അവിടെയാണ് നിരീക്ഷകന്റെ പ്രാധാന്യം വീണ്ടും വരുന്നത്. അതായത് ഈ നേരത്തെ സ്വാമിനിയമ്മ പറഞ്ഞതുപോലെ പ്രാപഞ്ചിക സ്നേഹം എന്നത് എല്ലാത്തിനോടും സമഭാവനയോടെയുള്ള ഒട്ടലില്ലാത്ത ഒരു സ്നേഹമാണ്. അൺകണ്ടീഷണൽ ലവ്. അത് സത്തയുടെ സ്വരൂപവുമാണ്. എന്നാൽ സാധകൻ ഈ മഹത്തായ വികാരത്തെ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുമ്പോൾ അവൻ സത്തയിൽ നിന്നും അകലുന്നു. സ്വാർത്ഥത സാധകന്റെ ചിത്തശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നു, അവന്റെ മനസ്സിനെ ഇടുങ്ങിയതാക്കുന്നു. ഇപ്പൊ നമ്മൾ കുട്ടികളെ നിരീക്ഷിക്കുകയാണെങ്കിൽ കുട്ടികള് നമുക്ക് മനസ്സിലാക്കാം അവരുടെ ആ നിഷ്കളങ്കമായ സ്നേഹം. അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല, കുട്ടികൾ തമ്മിൽ വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്നു. പക്ഷെ ആ നിഷ്കളങ്കതയാണ് അതിന് കാരണം. പക്ഷെ നമ്മൾ വളർന്നപ്പോൾ നമ്മളിൽ അഹംബുദ്ധിയും വളർന്നു. അപ്പോൾ നിഷ്കളങ്കതയെ തള്ളിമാറ്റി അവിടെ സ്വാർത്ഥത വളർന്നു വന്നു. സാധകൻ ഈ സ്വാർത്ഥത നിലനിർത്തുന്നത് അവനിലെ വിവേക ബുദ്ധി ഉണരാത്തത് കൊണ്ടാണ്. നമ്മൾ ചുറ്റുപാടും നിരീക്ഷിച്ചാൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പല പ്രപഞ്ച ഘടകങ്ങളെയും ആശ്രയിച്ചാണ് നമ്മൾ നിലനിൽക്കുന്നത്. അവയൊന്നും ഇല്ലെങ്കിൽ നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയില്ല. നമ്മുടെ നിലനിൽപ്പിന് എല്ലാവിധത്തിലും സഹായിക്കുന്ന ഈ പ്രകൃതിയോട് നമ്മൾ അങ്ങേയറ്റം കൃതജ്ഞതയുള്ളവരായിരിക്കണം എന്ന് ഗുരുജി എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ അഹത്തെ കരിക്കാനുള്ള എളുപ്പമായ മാർഗം എല്ലാത്തിനോടുമുള്ള കൃതജ്ഞത നമ്മുടെ ഉള്ളിൽ നിറക്കുക എന്നതാണ് ഗുരുജി പറഞ്ഞു തരുന്നത്. അപ്പൊ ഒരു സാധകൻ എപ്പോഴും ആ അഹത്തെ മാറ്റി നിർത്താൻ ചുറ്റുപാടുമുള്ള പ്രകൃതിയോടും എല്ലാവരോടും ഉള്ള ആ കൃതജ്ഞത നമ്മുടെ മനസ്സിൽ നിറച്ചു കഴിഞ്ഞാൽ ഈ സ്വാർത്ഥതയിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയും എന്നാണ് ഗുരുജി ഇതിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളോടുമുള്ള കൃതജ്ഞത ഉള്ളിൽ നിറയുമ്പോൾ നമ്മൾ വിനയമുള്ളവരായി മാറുന്നു. അവിടെ സമഭാവന ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ എന്ന സ്വാർത്ഥത ഇല്ലാതാകുന്നു, മനസ്സ് ശാന്തമാകുന്നു. അപ്പൊ ഇവിടെ ആ ഒരു മനസ്സിന്റെ തലത്തിൽ നിന്നും ആ ഒരു ധ്യാനാത്മക മനസ്സിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഈ സ്വാർത്ഥത, അഹം, ഇതിനെയൊക്കെ മാറ്റി നിർത്തണം. അപ്പൊ അതാണ് ഇന്നത്തെ വിഷയത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് ആ സ്വാർത്ഥത എങ്ങനെ നിരീക്ഷിച്ചറിയാം. നമുക്ക് അറിയാം ഈ പ്രകൃതി നമുക്കെല്ലാം തരുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അതുപോലെ ഗുരുജി സാധകർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നതും തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ആ ഗുരുവാദങ്ങളിൽ സമർപ്പണം ചെയ്യുമ്പോൾ വിവേക ബുദ്ധി ഉണരുന്നു. പക്ഷെ ഒരു സ്വാർത്ഥതക്ക് ഉടമയായ ഒരു സാധകനാണെങ്കിൽ നേരത്തെ ബാലുജി പറഞ്ഞതുപോലെ അവൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടും
ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഒരു സാധകൻ സ്നേഹത്തെ തേടേണ്ടത് നിസ്വാർത്ഥ സ്നേഹത്തിന്റെ ഉറവിടമായ അവന്റെ സത്തയിലാണ്. ഉള്ളിലെ സത്തയിലാണ് ഈ നിരുപാധിക സ്നേഹം ഉള്ളത്. പക്ഷെ അത് അറിയാത്തതുകൊണ്ട്, ആ വിവേകബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഈ പുറത്ത് സ്നേഹം തേടി അലയുന്നത്, അതും സ്വാർത്ഥമായ സ്നേഹം. അപ്പോ നിസ്വാർത്ഥ സ്നേഹത്തിന്റെ ഉറവിടമായ ആ സത്തയിൽ നിന്നാണ് ഈ സ്നേഹം ഉറവെടുക്കുന്നത് എന്ന് ഒരു സാധകന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നിസ്വാർത്ഥമായ സ്നേഹം അവന് മറ്റുള്ളവരിലേക്കും പകരാൻ കഴിയും. അപ്പോൾ അവന് സത്തയോട് ചേർന്ന് നിൽക്കുവാൻ കഴിയും. ഒരു സാധകന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആ അൺകണ്ടീഷണൽ ലവ് അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സാധകന് ധ്യാനാത്മക മനസ്സിൽ നിന്ന് നിരീക്ഷിച്ചറിയേണ്ട വസ്തുതയാണ്. മനസ്സിന്റെ തലത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇതൊരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ ധ്യാനാത്മക മനസ്സിൽ ആണ് നിരീക്ഷകൻ ഈ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുന്നത്. അപ്പൊ മനസ്സിൽ വന്നു പോകുന്ന സന്തോഷവും സ്നേഹവും ഒക്കെ സ്വാർത്ഥതയിൽ നിന്ന് ഉടലെടുക്കുന്നതാണെന്ന് നിരീക്ഷകന് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ. ഇപ്പൊ ചിന്തകൾ പോലെ വികാരങ്ങളും, ദുഃഖമായാലും സന്തോഷമായാലും മറ്റേത് വികാരങ്ങളായാലും അത് എവിടെ നിന്ന് വരുന്നു, സ്വാർത്ഥതയുടെ തലത്തിൽ നിന്നാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞത് ഈ സാധകന്റെ കടമയാണ്. അപ്പോൾ സത്യാന്വേഷനായ ഒരു സാധകന്റെ വികാരങ്ങളുടെ പ്രകടനത്തിലും സത്യസന്ധത പുലർത്തുവാൻ കഴിയുന്നുണ്ടോ എന്ന് ധ്യാനാത്മക മനസ്സിൽ നിന്നുകൊണ്ട് നിരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. അതാണ് ഈ വികാരങ്ങളെ നമുക്ക് സൂക്ഷ്മ നിരീക്ഷണം നടത്തണമെങ്കിൽ നമ്മൾ സാധനയിലൂടെ നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കി ധ്യാനാത്മക മനസ്സിലാവും കൈവരുമ്പോൾ അവിടെ ഈ നിരീക്ഷകന് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയും. അപ്പൊ ആ ജാഗ്രത അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നിലെ നിരീക്ഷകനെ സദാ ഉണർത്തി നിർത്തുകയാണെങ്കിൽ അവൻ ഇതെല്ലാം വിവേചിച്ചറിയുവാൻ സാധിക്കും. അപ്പോൾ അവൻ ഗുരുകൃപയാൽ സത്തയുടെ ഉപാധിയായി മാറുന്നു. അപ്പോ ഒരു സാധകൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ സ്വാർത്ഥത. അത് മാറിക്കിട്ടണമെങ്കിൽ ഇതുപോലെ നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തി ആ സ്വാർത്ഥതയിൽ നിന്ന് വരുന്ന വികാരങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. ഇനി ഗുരുജി ഒരു സത്സംഗത്തിൽ പറഞ്ഞ കാര്യം കൂടി സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ടോക്ക് നിർത്തുകയാണ്. അതായത് ഗുരുജി സത്സംഗത്തിൽ പറയുന്നുണ്ട്, ഞാൻ എന്ന ജീവഭാവം, അവിടെ ഞാൻ ഉണ്ടെങ്കിലും ഈശ്വരൻ്റെതാണ് ഞാൻ എന്ന ഭാവം വന്നിരുന്നെങ്കിൽ ഈശ്വരഭാവം ആക്സെപ്റ്റ് ചെയ്യുക, കാരണം അവിടെ ഒരു ഡെഡിക്കേഷൻ അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ആ അവസ്ഥ നിലനിർത്തിയാൽ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും അനുഭവം ലഭിച്ചു തുടങ്ങും. അപ്പൊ നമ്മൾ ആ ഒരു സമർപ്പണം അവിടെ ആവശ്യമാണ്. ഈശ്വരനിൽ സമർപ്പിക്കുക, ഗുരുവിൽ സമർപ്പിക്കുക. ആ സമർപ്പണ മനോഭാവം വരുമ്പോൾ ഈ അഹംബുദ്ധി മാറും. സ്വാർത്ഥതയിൽ നിന്ന് മാറി ആ നിസ്വാർത്ഥതയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള സന്ദേശമാണ് ഇന്ന് ഗുരുജി നൽകിയിരിക്കുന്നത്. ഹരിയോം. സാധകന് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. മുതലേറിയ ഒരു വചനമുണ്ട്, അവനവൻ ആത്മസുഖത്തിനായി അനുഷ്ഠിക്കുന്നത് അവര്. ശരത്തിന്റെ സൗണ്ട് കുറവാ കേട്ടോ. അവനവൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം ശരത്ജി ഒന്നുകൂടെ തുടക്കത്തിൽ പറയാമോ? പറ്റുന്നുണ്ടോ? ഇപ്പം കേൾക്കാം. ആദ്യം മുതൽ ഒന്നുകൂടെ പറയാമോ? പറയൂ. അവൻ ആത്മസുഖത്തിനായി അവലംബിക്കുന്നത് അവരുടെ
സൗഖ്യത്തിനുമായി സുഖത്തിനും ഉതകണം എന്ന ഗുരുദേവന്റെ ആ മഹത് വചനം ഓർമ്മയിൽ വരികയാണ്. അതില് ആത്മസുഖം, അപ്പം സുഖത്തിന്റെ ഡെഫിനിഷൻ എങ്ങനെയായിരിക്കണം ഒരു സാധകൻ വ്യാഖ്യാനിക്കുന്നത്, അതാണ് ഗുരു ഇവിടെ പറയുന്നത്. നമ്മുടെ ആത്മസുഖത്തിന്, ആ സത്തയുടെ, അതിലെ ആ അന്തരാത്മാവിന്റെ ആ സുഖത്തിന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, അതിന് ഒരു ഉപാധി ആവശ്യം. അതിന്റെ ആ ആത്മസുഖം പ്രകാശിക്കുന്നതിന് അത് പ്രകാശിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടോ ആണെന്ന് നമുക്ക് പൂർണ്ണമായി ആ ഒഴുക്കിലെത്തിയാൽ പറയുവാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി, ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മവും നമുക്ക് ചിന്തിക്കുവാൻ കഴിയണം. ആ കർമ്മം, ആ പ്രവൃത്തി, അത് സ്വാർത്ഥത ഇനി വളർത്തുന്നതാണോ, മറിച്ച് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ില്ലാതെ ഞാൻ അതിന് ഒരു പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പലതും നമ്മുടെ ജീവിതത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിലുള്ള ബന്ധങ്ങളാണ്, അത് എപ്പോഴും ആ ശരീരവുമായി, അഹംബോധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതിന് എപ്പോഴും എവിടെയും അതിന് അതിർ വരമ്പുകൾ, അതിനപ്പുറത്തേക്ക് ആ സ്നേഹത്തിന് നിലനിൽക്കില്ല. എപ്പോഴാണോ നിന്നിലെ അഹന്തയായ, വിശ്വഹന്തയായ, എപ്പോഴാണോ അതിന് കോട്ടം വരുന്നത്, ആ നിമിഷം നിന്നിലെ സന്തോഷം അസ്തമിക്കും. അഹന്തയുമായിട്ട് ഞാനെന്ന ഭാവത്തോടു കൂടി ഏതൊരു വസ്തുവിനെ, ഏതൊരു വ്യക്തിയെ അധിഷ്ഠിതമായി, അത് എത്രയോ ചെറുതോ എത്രയോ വലുതോ ആണ്, രാഷ്ട്രമായാൽ, ഒരു മതമായാൽ, വിശ്വാസമായാൽ, ഏറ്റവും കൂടപ്പിറപ്പുമായിട്ടുള്ള ബന്ധമായാൽ, എന്തിനോ എപ്പോഴോ ഒരു അധിഷ്ഠിതമായിട്ട് നീ അത് നിലനിർത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിന്റെ സന്തോഷം. അപ്പൊ നിന്റെ സന്തോഷത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് എന്താണ്? ആ വസ്തു അത് അനശ്വരമാണോ, നിത്യമാണോ, അനിത്യമാണോ? ഈ ഒരു ചോദ്യം ഒരു സാധകനില്ല എപ്പോഴും ഉണരണം. അത് ഉണ്ടായിരിക്കണം. അവിടെയാണ് വിവേക ബുദ്ധിയുടെ പ്രാധാന്യം.
ഒന്നിനോടും ഒന്നും പ്രതീക്ഷിക്കാതെ, അത് പറയുമ്പോൾ തന്നെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്: സ്നേഹം കൊടുക്കുന്നവൻ അതിൽ സന്തോഷിക്കുവാൻ പാടില്ല, അതും സ്വാർത്ഥതയാണ്. ശരിക്കും അപ്പൊ എത്രമാത്രം നമ്മള്, കാരണം സന്തോഷം കൊടുക്കുന്നവൻ ഉണ്ടെങ്കിൽ തന്നെ, നീ ഏറ്റവും നല്ല സത്കർമ്മമാണ് നീ ചെയ്തത് തന്നെ, ആ കർമ്മത്തിൽ നീ സന്തോഷിക്കുന്നു എങ്കിൽ നീ അറിയുക ആ വ്യക്തി ഇപ്പോഴും അവിടെ നിലനിൽക്കും. അവിടെയാണ് സത്തയുടെ പ്രാധാന്യം. അപ്പോൾ യഥാർത്ഥത്തില് ഗുരു ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഗുരു നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന, പറയാൻ ശ്രമിക്കുന്ന ആ സ്നേഹത്തിന്റെ വ്യാപ്തി അവിടെയാണ് നാം മനസ്സിലാക്കുന്നത്. ആ പ്രാപഞ്ചിക സ്നേഹം നിന്നില് ആ ഒന്നിനും ഒട്ടലില്ലാതെ ഒന്നായി നിൽക്കുന്ന ആ സത്തയുടെ പ്രകാശത്തിൽ കൂടി മാത്രമേ ആ പ്രാപഞ്ചിക സ്നേഹം നമ്മളിൽ ഉടലെടുക്കുകയുള്ളൂ. അതിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിന് നിമിഷവും നമ്മൾ ജാഗ്രതയോടെ ഈ നിമിഷത്തിൽ നിലനിന്ന് നമ്മളില് ഉദിക്കുന്ന വികാരക്ഷോഭങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഒരു ഉപാധികളും ഇല്ലാതെ ആ സമർപ്പണ ഭാവത്തോടെ, സമർപ്പണ ഭാവം എപ്പോഴാണ് അവനിൽ ഉദിക്കുന്നത്? അവന്റെ അഹത്തെ അവന് കരിക്കുവാൻ കഴിയും. അങ്ങനെ ആ അഹബോധത്തെ പൂർണ്ണമായി നമുക്ക് ഇല്ലാതാക്കി ആ ആത്മബോധം ഗുരുവിലുള്ള സമർപ്പണം പൂർണ്ണമാക്കി നമ്മളില് ആ ഗുരുബോധം പൂർണ്ണമായി നിറച്ച് ഓരോ നിമിഷവും ആ ബോധത്തോട് ചേർന്ന് നമുക്ക് നിലനിൽക്കുവാൻ കഴിഞ്ഞാൽ നമ്മളില് ആ വിശ്വസ്നേഹം നിറയും. സ്നേഹം എന്ന വികാരത്തിന് പുറകില് സ്വാർത്ഥത വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്തത്. ഹൃദയത്തിലെ ഏറ്റവും ഉദാത്തവും ഒരു നൈസർഗിക വികാരമാണ്. കാരണം ഗുരുജി ആ സൂക്ഷ്മതയിൽ ഇറങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് സ്നേഹം ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ഹൃദയത്തിന്റെ ഭാഗമല്ല, അനന്തമായ ആ വിശ്വബോധത്തിൽ നിന്ന് ഉണ്ടാകുന്ന ആ അപാരതയാണ്. അപ്പം ആ സ്നേഹം നമുക്ക് വ്യക്തിക്കൊന്നും അവകാശപ്പെടില്ല. ഒരു വ്യക്തിക്കും എന്റെ സ്നേഹം എന്റെ എന്നല്ല, ആ പ്രാപഞ്ചിക സത്തയിൽ നിന്ന് ഒഴുകി വരുന്നതാണ് നമ്മുടെ ഹൃദയത്തിലൂടെ. അപ്പം അതിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞു. കാരണം നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നു, കൊടുക്കുന്നു, എന്റെ കഴിവ്, എന്റെ സ്നേഹം, അല്ലെങ്കിൽ ഞാൻ മനസ്സിന്റെ തലത്തിൽ നിന്ന് ഇന്ന വ്യക്തിയെ സ്നേഹിക്കുന്നു, ആൾക്കാരെ സ്നേഹിക്കുന്നു. അങ്ങനെ ആ ഒരു സ്നേഹം എന്നത് പോലും ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വികാരമായിട്ട് മാറി. യഥാർത്ഥ സ്നേഹം
ആ പ്രാപഞ്ചിക ബോധത്തിൽ നിന്ന് വരുന്നതിനെ അത് തിരിച്ചറിയാനേ പറ്റില്ല. ആ ഒരു സ്നേഹം നമുക്ക് പലപ്പോഴും ഗുരുവിന്റെ അടുത്ത് നിന്ന് കിട്ടും. എത്രയോ മനുഷ്യര് നമ്മൾ ഇടപഴകുന്നു. അപ്പൊ ആ ഒരു വ്യക്തിഗത സ്നേഹം, അതിന്റെ ആഴവും പരപ്പും എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയുള്ള സ്നേഹം, അല്ലെങ്കിൽ മമതയുടെ പേരിലുള്ള സ്നേഹം. പക്ഷെ തുടക്കത്തിൽ വന്നപ്പോഴ് ഗുരുജിയുടെ ഈ സ്നേഹം കണ്ടപ്പോഴും അതിന് മുന്നിൽ സ്റ്റക്കായി പോയി. കാരണം ഗുരുജി സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാല് യഥാർത്ഥ ഹാർട്ട്, അതായത് ആ ഒരു സ്നേഹം അതെപ്പോഴും നമ്മുടെ അടുത്ത് മധുരമായ ഭാഷയിലായിരിക്കില്ല. ആ കാർക്കശത്തിന്റെ സൂക്ഷ്മതയിൽ ഗുരുജിയുടെ സ്നേഹം ഒളിഞ്ഞിരിക്കുകയാണ്. കാരണം അകത്തേക്ക് നോക്കിയുള്ള കാരണം ഒരു വ്യക്തി എന്ന തലത്തിൽ നിന്ന് നമ്മളെ മാറ്റി ആ പ്രാപഞ്ചികതയിലേക്ക് അടുപ്പിക്കാനുള്ള ആ വിശ്വബോധത്തിന്റെ ആ ഒരു പ്രയത്നമാണ് ആ ഗുരുജിയുടെ ആ ഇതെന്ന്. കാരണം അതൊന്നും മനസ്സിലാക്കാനുള്ള പക്വതയൊന്നും ആയിട്ടില്ല. അപ്പം എന്തായാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, കാരണം പല ആൾക്കാരും പല രീതിയിലും ഞാൻ സ്നേഹത്തെ പുറകെ പോയിട്ടും അനുഭവിക്കുകയും അതിന്റെ എല്ലാ തലത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഗുരുജിയുടെ അടുത്ത് ആദ്യം എത്തിയപ്പോൾ പോലും ആ ഒരു പ്രവാഹം, അതായത് ഒരു ഊർജവും പിന്നെ ഫീലിംഗ് അനുഭവപ്പെട്ടത് ഹാർട്ടിലാണ്. കാരണം നമുക്കൊന്നും അറിയാമല്ല എന്താണ്, കാരണം ആ ഒരു ഫീൽ. കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു വികാരം വന്നിട്ടില്ല. ഒരു എന്താണെന്ന് പറയില്ല, അത് എന്താണ് അങ്ങനത്തെ ഒരു വികാരം. അത് ആ ഒരു മഹാഗുരുവിന്റെ സന്നിധിയില് വ്യക്തി ഹൃദയമായിട്ട് നിൽക്കുന്ന നമ്മളിൽ ഉണ്ടാവുന്ന ഇതാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്തായാലും ഗുരുജി സൂക്ഷ്മതയോടുകൂടി ഒരു കാര്യം പറഞ്ഞു തരാണ്. ഇപ്പം ഞാനൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം എല്ലാം വ്യക്തിഗതമാണ്. പക്ഷെ ആ സ്നേഹം അങ്ങനത്തെ വ്യക്തിഗതമല്ല. ഒരു സാധക തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രണയത്തിൽ, ആ വിശ്വപ്രേമം, അതിന്റെ ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന പ്രണയമാണ്. അതൊന്നും ഒരു വ്യക്തികളുടെയും സ്വാർത്ഥതയ്ക്ക് അല്ലെങ്കിൽ ഇടുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് തോന്നുന്നു. ഹരി ഓം.